ശരൺ, വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് വാർത്തയുണ്ടെന്ന് തോന്നുന്നു. പാതിവില തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നമ്മൾ പുറത്തുവിട്ട വാർത്തയാണ്. ഈ ഡീൻ കുര്യാക്കോസ്, അതേപോലെ CV വർഗീസ്, CPM നേതാവ്, ഇരുവരിൽ നിന്നും മൊഴിയെടുക്കാൻ വേണ്ടി ഇപ്പോൾ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത്. ഇരുവരെയും വിളിച്ചു വരുത്താനാണോ ക്രൈംബ്രാഞ്ചിന്റെ നീക്കം? പാതിവില തട്ടിപ്പ് കേസിൽ ഡീൻ കുര്യാക്കോസിന്റെയും CV വർഗീസിന്റെയും മൊഴിയെടുക്കാൻ തീരുമാനിച്ചോ ക്രൈംബ്രാഞ്ച്? അരുൺകുമാർ, നേരത്തെ എങ്ങനെയായിരിക്കും നീക്കം, ക്രൈംബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ട് നീക്കം നടത്തുക എന്നുള്ള കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നതാണ്. തുടക്കത്തിൽ തന്നെ ഇത് രാഷ്ട്രീയ നേതാക്കളിലേക്ക് പോകേണ്ടതുണ്ടോ, മറിച്ച് ഈ പ്രതികളിൽ തന്നെ ഒതുങ്ങിയാൽ പോരെ എന്നുള്ളൊരു ചോദ്യമൊക്കെ, അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു വിലയിരുത്തലൊക്കെ സർക്കാർ തലത്തിൽ തന്നെ നടത്തുകയും ചെയ്തിരുന്നതാണ്. പിന്നീട് രാഷ്ട്രീയ നേതാക്കളിലേക്ക് തന്നെ നീങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇതുമായി ബന്ധപ്പെട്ട്, ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചോദ്യം ചെയ്യൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനം മുഖ്യപ്രതിയായ അനന്തകൃഷ്ണന്റെ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ ആനന്ദകുമാർ, മറ്റൊരു മുഖ്യപ്രതിയായ ആനന്ദകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നീക്കം നടത്തുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കളിലേക്ക് കൂടി പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ട രണ്ട് പേരുകളാണ് ഡീൻ കുര്യാക്കോസ് MP, ഒപ്പം തന്നെ CPMന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറിയായ CV വർഗീസും. ഈ രണ്ടു പേർക്കും വൈകാതെ തന്നെ അവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമെന്നുള്ളതാണ്, അവരുടെ മൊഴി രേഖപ്പെടുത്തുമെന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. എന്തായാലും നേരത്തെ അനന്തകൃഷ്ണൻ നൽകിയിരുന്ന മൊഴി എന്ന് പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കായിട്ട് ഡീൻ കുര്യാക്കോസിന് മാത്രം 40 ലക്ഷം രൂപയും, ഒപ്പം ഇടുക്കി ജില്ലാ സെക്രട്ടറിയായ CV വർഗീസിന് മാത്രമായിട്ട് 25 ലക്ഷം രൂപയും നൽകിയെന്നുള്ളായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതിൽ വ്യക്തത വരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ മൊഴിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇരുവരെയും വിളിച്ചു വരുത്താനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിലെ പ്രതിയായ കോൺഗ്രസ് നേതാവായ ലാലി വിൻസെന്റിനെയും ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി, അതായത് 3 തവണയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. കണ്ണൂർ ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 7ാം പ്രതിയാണ് ലാലി വിൻസെന്റ്. ലാലി വിൻസെന്റ് നേരത്തെ 46 ലക്ഷം രൂപ അനന്തകൃഷ്ണനിൽ നിന്ന് കൈപ്പറ്റിയിരുന്നു എന്നുള്ളായിരുന്നു കണ്ടെത്തൽ. അതിൽ ലാലി വിൻസെന്റ് മൊഴിയായി നൽകിയിരിക്കുന്നത്, ലീഗൽ അഡ്വൈസർ എന്ന നിലയിലാണ് താൻ ഇത്തരത്തിൽ തുക വാങ്ങിയെന്നുള്ളതാണ്. പക്ഷേ അത് ക്രൈംബ്രാഞ്ച് വിശ്വാസത്തിലെടുത്തിട്ടില്ല, അവരെ വീണ്ടും വിളിച്ചു വരുത്തും എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള ചോദ്യം ചെയ്യൽ ഇതുമായി ബന്ധപ്പെട്ട് തുടരുന്നുണ്ട്. അപ്പോൾ തന്നെയാണ് രാഷ്ട്രീയ നേതാക്കൾ, അതായത് ഡീൻ കുര്യാക്കോസിനും CV വർഗീസിനെയും ചോദ്യം ചെയ്യാൻ, അല്ലെങ്കിൽ മൊഴി രേഖപ്പെടുത്താനുള്ള ആളുകൾ, അതാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. അതല്ലാതെയും മറ്റു ചില രാഷ്ട്രീയ നേതാക്കളുടെ പേരുകളൊക്കെ ഈ മൊഴിയിൽ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് മൊഴി മാറ്റുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ രേഖാമൂലം പണം നൽകിയതായി ക്രൈംബ്രാഞ്ചിന് ബോധ്യപ്പെട്ട 2 പേരെയാണ് ഇപ്പോൾ CV വർഗീസിനെയും ഡീൻ കുര്യാക്കോസിനെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ഇത് സംബന്ധിച്ചുള്ള തെളിവുകൾ നേരത്തെ തന്നെ പോലീസ് ശേഖരിച്ചിരുന്നതാണ്. നമുക്കറിയാം, തുടക്കത്തിൽ മൂവാറ്റുപുഴ പോലീസാണ് വലിയ രീതിയിൽ തന്നെ അന്വേഷണം നടത്തിയിരുന്നത്. അപ്പോഴാണ് അനന്തകൃഷ്ണൻ മൂവാറ്റുപുഴ പോലീസിന് മൊഴി നൽകിയിരുന്നത്, ഇത്തരത്തിൽ രാഷ്ട്രീയ നേതാക്കളും പണം കൈപ്പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളടക്കം, അനന്തകൃഷ്ണന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളടക്കം പോലീസ് ശേഖരിക്കുകയോ പരിശോധിക്കുകയും ചെയ്തിരുന്നു. അത് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ക്രൈംബ്രാഞ്ച് ഇതെല്ലാം തന്നെ വിലയിരുത്തിയ ശേഷമാണ് ഇപ്പോൾ ഈ 2 പേരുടെയും മൊഴി രേഖപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, വളരെ പ്രധാനപ്പെട്ട 2 നേതാക്കളാണ്. അവരാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് മുന്നിലേക്ക് എത്താൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ശരൺ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. അങ്ങനെ CV വർഗീസും അതേപോലെ ഡീൻ കുര്യാക്കോസും ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യമുനയിലേക്ക് എത്തുന്നു. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മറ്റു ചില നേതാക്കളുടെ പേര് കൂടി അന്ന് മൊഴിയിൽ പറഞ്ഞു കേട്ടെങ്കിലും രേഖാമൂലമുള്ള തെളിവുകൾ ഇല്ലാത്തതിനാൽ അവരെ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നില്ല. പക്ഷേ മൊഴിയിൽ അവരുടെ പേരുകളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. SS ശരണാണ് വിവരങ്ങൾ നൽകിയത്.